പുറകിലുള്ള നേരത്തെ ഘടിപ്പിച്ചിരുന്ന ആ വടം അവിടെ നിന്നും റിലീസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ ആ ക്യാബിൻ അതിന് ഹുക്ക് ചെയ്ത് ഒന്ന് ഉയർത്തുകയാണെങ്കിൽ കുറച്ച് ഒരു ഷേപ്പിലേക്ക് അതിനകത്തേക്ക് ഒന്ന് എത്തി നോക്കാൻ കഴിയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുമെന്ന് നമ്മൾ അനുമാനിക്കുന്നുണ്ട്. ആ തരത്തിലുള്ള നീക്കത്തിനാണോ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇനിയിപ്പോൾ ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് അത് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതിനപ്പുറത്ത് ഒന്ന് ഹുക്ക് ചെയ്ത് മുകൾ തട്ടിലേക്ക് എടുക്കാൻ കഴിയുമോ എന്നുള്ള പരിശോധന നടത്തുകയാണ് എന്ന് തോന്നുന്നു. ആ തരത്തിലാണ് ലോറിയുടെ ആ ടയർ ഊരിപ്പോയപ്പോൾ പിന്നെ അവശേഷിക്കുന്നത് ആ ഡ്രം മാത്രമാണ്. അപ്പോൾ ലോറിയുടെ ഡ്രം എന്തായാലും നീക്കിക്കൊണ്ട് പോകാൻ കഴിയില്ല, അത് ബുദ്ധിമുട്ടായിരിക്കും. ഒരുപക്ഷെ അതുകൊണ്ടുകൂടിയായിരിക്കും അത് ഉയർത്താൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ ക്യാബിൻ്റെ ഭാഗത്തേക്ക് കുറച്ച് ആളുകൾ കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അതെ, ക്യാബിൻ്റെ മുകൾ തട്ടിലാണ് ഇപ്പോൾ ആളുകളൊക്കെ ഉള്ളത്. ഈ ക്രെയിൻ ഓപ്പറേറ്റേഴ്സിൻ്റെ ഒക്കെ ഉള്ളത്, അവരുടെ സർവീസൊക്കെ നടത്തുന്ന ആളുകളുള്ളത്. അവർ അത് ഏതോ രീതിക്ക് അതെ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ആ ഒരു പാർട്ടിനകത്തേക്ക് അവിടെ ക്രെയിൻ വരുന്നുണ്ട്. അത് മാറണം. അതായത് അരുൺ, നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെയാണെന്ന് തോന്നുന്നു. അതിൻ്റെ ആ ഒരു റൂഫ് ഭാഗം അതൊന്ന് ഉയർത്തിയെടുക്കാനുള്ള ശ്രമമാണെന്നാണ് ഞാൻ കരുതുന്നത്. ഗ്യാസ് കട്ടറിന് മുൻപ് തന്നെ അവരതിന്റെ ഭാഗം ഈ ക്രെയിൻ ഓപ്പറേറ്റേഴ്സ് തന്നെ ഇപ്പോൾ ഒരുപക്ഷെ പൊളിച്ചെടുത്തേക്കാം. ഒരുപക്ഷെ ഇത് അടർത്തിയെടുക്കാൻ സാധിക്കുമായിരിക്കും അല്ലേ? അതായത് ആ ഭാഗത്തേക്ക് ഘടിപ്പിച്ചു കഴിഞ്ഞാൽ ആ പാളി ഇങ്ങ് പൊളിഞ്ഞു പോരും അല്ലേ? വലിയ ബലമില്ലാത്ത പാളിയാണ്. അതെ, അതങ്ങ് ഉയർന്നു വരും. നമ്മൾ രാവിലെ സംസാരിക്കുമ്പോൾ പറഞ്ഞില്ലേ, താരതമ്യേന ഘനം കുറഞ്ഞ ഇരുമ്പിൻ്റെ ഷീറ്റാണത്. അപ്പോൾ അത് അങ്ങ് മുകളിലേക്ക് ഹുക്ക് ചെയ്യുകയാണെങ്കിൽ എഞ്ചിൻ്റെ ഭാരമൊക്കെ വരുന്നത് ഫ്രണ്ട് പോർഷനിൽ തന്നെയാണ്. ആ ഭാഗം ഉയരില്ല, മറിച്ച് ഈ ഒരു ഷീറ്റ് മുകൾ തട്ടിലേക്ക് ഉയർന്നു വരും, കുറച്ചുകൂടി നിവർന്നു വരും. അങ്ങനെയാകുമ്പോൾ അതിനകത്തേക്ക് ഒരു വിസിബിലിറ്റി കിട്ടും. ആ ക്യാബിനകത്തേക്ക് കൃത്യമായൊരു ആ റോപ്പ് പൂർണ്ണമായും അതിനകത്ത് കൂടി അവർ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ഹുക്കിലേക്ക് ഘടിപ്പിക്കുക എന്നുള്ളതാണ്. ആ ഹുക്കിലേക്ക് ഘടിപ്പിച്ച് അത് മുകൾ തട്ടിലേക്ക് ഒരേ സമയം തന്നെ ഫ്രണ്ടിലും അതേ പ്രവൃത്തി നടക്കുന്നുണ്ട്. ഫ്രണ്ടിൽ നമ്മൾ രാവിലെ കാണിച്ചിരുന്നു, മെയിൻ ഗ്ലാസിൻ്റെ ഏറ്റവും താഴെ ഭാഗത്തെ ബീഡിങ്ങും മുകൾ ഭാഗത്തെ ബീഡിങ്ങും തമ്മിൽ ഉണ്ടായിരുന്ന അന്തരം എന്ന് പറയുന്നത് ഒരു ചാണിൻ്റെ മാത്രം അകലമാണ്. ഷനിൽ ശ്രദ്ധിക്കണേ, അകലം മാത്രമാണ്. അപ്പോൾ അതെ, ആ ബൂം ഫ്രണ്ടിലേക്ക് പോകുന്നു. അത് ഉപയോഗിച്ച് ആ ഇരുമ്പ് വടം വീണ്ടും ഘടിപ്പിക്കാൻ പോവുകയാണ്. അത് ഘടിപ്പിച്ചു കഴിഞ്ഞാൽ അല്പസമയത്തിനകം തന്നെ ആ ഒരു ക്യാബിൻ പാർട്ട് ഒന്ന് നിവർത്താനുള്ള ശ്രമമായിരിക്കും നടക്കുക. അങ്ങനെ കൂടുതൽ ഡ്രൈവറിന്റെ ക്യാബിൻ പാർട്ട് പൂർണ്ണമായും തുറക്കും.